Hey all, welcome to Tools Academy. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സുകളെല്ലാം തന്നെ hsst കൊമേഴ്സ് എക്സാമിന് ഉപകാരപ്രദമാകുന്നതായിരുന്നു. അതായത് മൊഡ്യൂൾ 5, മൊഡ്യൂൾ 6 തുടങ്ങിയിട്ടുള്ള പോർഷൻസിൽ നിന്നും ക്ലാസ്സുകളും അതേപോലെ തന്നെ PYQ സെഷൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ഒരു ഫ്രീ മോഡൽ എക്സാംസും ടോസ് അക്കാഡമി കണ്ടക്ട് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും തന്നെ അതിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നും വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസിൽ കിട്ടിയ സ്കോർ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റായിട്ട് ഇട്ടിരുന്നെങ്കിൽ അറിയാമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 10 ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ മൊഡ്യൂൾ 10 എന്ന് പറയുന്നത് ആ ഒരു ടോപ്പിക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സെറ്റ്, നെറ്റ് എക്സാംസ് അതുപോലെ തന്നെ കൊമേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിനും ഒക്കെ തന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു പോർഷനാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഒരുപാട് കണ്ടന്റ് റിച്ച് ആയിട്ടുള്ളൊരു മൊഡ്യൂൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കേണ്ടതാണ്. ഒന്നും തന്നെ ഈ ഒരു പോർഷനിൽ നിന്നും ഒഴിവാക്കാനില്ല. അപ്പോൾ നമ്മുടെ ആൻസിപ്പേറ്റഡ് സിലബസ് മൊഡ്യൂൾ 10 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഏകദേശം 7 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനു മുമ്പ് കണ്ടക്ട് ചെയ്തിരുന്ന എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ 3 ഡിസിഷൻസ് ആണ്: ഫിനാൻസിങ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻസ്. ഈ 3 ഡിസിഷനാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ മൊത്തം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഫിനാൻസിങ് ഡിസിഷനകത്ത് വരുന്ന ഒന്നാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതേപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, അതോടൊപ്പം തന്നെ ലിവറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇനി അടുത്തതായിട്ട് വരുന്ന ഒന്നാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷനകത്ത് വരുന്ന പോയിന്റുകളാണ് ഡിവിഡൻഡ് ഡിസിഷൻ തിയറീസ് ലൈക്ക് വോൾട്ടർ മോഡൽ, ഗോർഡൻ മോഡൽ, എം അപ്രോച്ച് ടു ഡിവിഡൻഡ്. അതേപോലെ തന്നെ വരുന്ന അടുത്തൊരു പോയിന്റ് ആണ് ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻവെസ്റ്റിംഗ് ഡിസിഷനകത്ത് വരുന്ന ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിന്റെ മെത്തേഡുകളുണ്ട്. അതായത് ഓരോ ഇൻവെസ്റ്റ്മെന്റിനെയും പല മെത്തേഡിലൂടെ വിലയിരുത്താൻ സാധിക്കും. അതിൽ പറയേണ്ട മെത്തേഡുകളാണ് പേ ബാക്ക്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്, അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ, നെറ്റ് പ്രസന്റ് വാല്യൂ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഇൻവെസ്റ്റിംഗ് ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിൽ തന്നെ റിസ്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ റിസ്കുകളെ അനലൈസ് ചെയ്യുന്ന പലതരത്തിലുള്ള മെത്തേഡുകളാണ് പ്രോബബിലിറ്റി അനാലിസിസ്, സർട്ടൻറ്റി ഇക്വലന്റ് മെത്തേഡ്, റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടഡ് മെത്തേഡ്, മോണ്ടി കാർലോ സിമുലേഷൻ മെത്തേഡ്, അതേപോലെ തന്നെ ഡിസിഷൻ ട്രീ, സിനോറിയോ അനാലിസിസ്, സെൻസിറ്റിവിറ്റി അനാലിസിസ് തുടങ്ങിയിട്ടുള്ളവ. ഇനി നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ് എങ്കിൽ പോലും ഈ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലാണ് നിങ്ങൾ ഏവരും തന്നെ പഠിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ NVT കൊമേഴ്സ് എക്സാമിന്റെ സിലബസിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലാണ് ഈ പറഞ്ഞ റേഷ്യോ അനാലിസിസിനെ കുറിച്ച് പോർഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ റേഷ്യോ അനാലിസിസ് എന്നും പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പകരം ഫിനാൻസിങ് റേഷ്യോ ഫോർ അസസിങ് ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് ലിവറേജ്. ഇത് അർത്ഥമാക്കുന്നത് ലിക്വിഡിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, പ്രൊഡക്ടിവിറ്റി റേഷ്യോ ആൻഡ് ലിവറേജ് റേഷ്യോ, ഇത്രയും പോർഷൻസുമാണ്. അപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻസ് ഒക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അതിനർത്ഥം ബാക്കിയൊന്നും പഠിക്കേണ്ട എന്നല്ല. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ ഇരിക്കരുത്. എല്ലാം നമ്മൾ പഠിക്കണം, എല്ലാം കവർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 7 മാർക്ക് ഇതിൽ നിന്നും സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ അത്യാവശ്യം ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് മാത്രമാണ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പോയാലോ. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് കഴിഞ്ഞ NVT കൊമേഴ്സ് എക്സാമിൻ്റെ സിലബസ് ആയിരുന്നു. അപ്പോൾ 2024 നോൺ വൊക്കേഷണൽ ടീച്ചറിനകത്ത് ടീച്ചിങ് എക്സാമിനകത്ത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, വർക്കിംഗ് ക്യാപിറ്റൽ, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, തിയറി ഓഫ് ഡിവിഡൻഡ്, ഫിനാൻഷ്യൽ ലീസ്, റിസ്ക്. അപ്പോൾ ഇത്രയും പോർഷൻസ് കവർ ചെയ്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ നോൺ വൊക്കേഷണൽ ടീച്ചിങ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ഇതിനു മുമ്പ് നടന്ന hsst ജൂനിയർ 2018 എക്സാമിനകത്ത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് റേറ്റ്,
ഈ 2 ടോപ്പിക്കുകൾ മാത്രമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് വന്നിട്ടുള്ളത്. ആക്ച്വലി ആ ഒരു സിലബസിനകത്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നൊരു മൊഡ്യൂൾ ഇല്ലായിരുന്നു. പകരം അത് തന്നിട്ടുള്ളത് അഡ്വാൻസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ടാണ് തന്നിട്ടുള്ളത്. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതേപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ഈ 2 ടോപ്പിക്കുകളും ജസ്റ്റ് അഡ്വാൻസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പോർഷൻസിനകത്ത് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലേക്ക് പോകാം. അതിനു മുമ്പ് തന്നെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷൻ്റെ വളരെ ഇന്റർറിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന 2 ടേമുകളാണ്. അപ്പോൾ എങ്ങനെ ഫിനാൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം, അതേപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഫിനാൻസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് പ്രധാനമായിട്ടും 3 ഫങ്ഷൻ അല്ലെങ്കിൽ 3 ഡിസിഷൻ ആണുള്ളത്. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഫിനാൻസിങ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻസിങ് ഡിസിഷനകത്ത് വരുന്നൊരു പോയിന്റ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തുടങ്ങിയിട്ടുള്ളവ. അപ്പോൾ അതിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആ ഒരു പേര് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ്. അതായത് ഒരു ഫേം മൂലധനം സ്വരൂപിക്കുമ്പോൾ അതിന് ചിലവാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ cost of capital for a firm may be defined as the cost of obtaining fund. That means average rate of return that the investor in a firm would expect for supplying fund to the firm. അതായത് ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫേമിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻസ് നടത്തുമ്പോൾ അതിൽ അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മിനിമം റിട്ടേൺ ഉണ്ട്. ആ മിനിമം റിട്ടേണിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഫണ്ട് സ്വീകരിക്കുമ്പോൾ ചിലവാകുന്ന തുകയാണെങ്കിൽ ഇൻവെസ്റ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന മിനിമം റിട്ടേണിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സോഴ്സിൽ നിന്നുമാണ് ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത്. അതിൽ ലോങ് ടേം ഡെപ്റ്റ് ഉണ്ട്, അതായത് ഡിബഞ്ചേഴ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിട്ടേൺ ഏർണിങ്സ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പം ഇത്രയുമാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അത് തന്നെ റിഡീമബിൾ ഡെപ്റ്റും ഉണ്ട്, ഇറിഡീമബിൾ ഡെപ്റ്റും ഉണ്ട്. റിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സർട്ടൻ പീരീഡിന് ശേഷം റീപേ ചെയ്യേണ്ടവയാണ് റിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇറിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പെസിഫിക് പീരീഡിനുള്ളിൽ റീപേയ്മെന്റ് ചെയ്യേണ്ടാത്തവയാണ് ഇറിഡീമബിൾ അല്ലെങ്കിൽ പെർപെച്വൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇവയുടെയെല്ലാം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലാസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് KD എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിന്റെ ഫോർമുല ബിഫോർ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ I/NP ആണ്. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സുമാണ്. ഇനി ആഫ്റ്റർ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ I/NP ഇൻറ്റു 1 - T ആണ് ഫോർമുല എന്ന് പറയുന്നത്. ഇനി റിഡീമബിൾ ഡെപ്റ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി പെർപെച്വൽ പ്രിഫറൻസ് ഷെയറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 3 തരത്തിലാണ്, അതായത് ഇഷ്യൂഡ് അറ്റ് പെർ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ഓർ ഡിസ്കൗണ്ട്. പെർ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ് ഷെയറിന്റെ ഒറിജിനൽ പ്രൈസ് അല്ലെങ്കിൽ ഫേസ് വാല്യൂ, അതേ പ്രൈസിന് തന്നെയാണ് ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് D/P ആണ്. D എന്ന് പറയുന്നത് ആനുവൽ പ്രിഫറൻസ് ഡിവിഡൻറ്റും P എന്ന് പറയുന്നത് പ്രൊസീഡ്സ് അറ്റ് പെർ വാല്യൂമാണ്. ഇനി പ്രീമിയത്തിന് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ KP, അതായത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഇസ് ഇക്വൽ ടു D/NP എന്നും, ഇവിടെ NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. അതുപോലെ തന്നെ ഫോർ ന്യൂ ഇക്വിറ്റി ഷെയർ ആണെന്നുണ്ടെങ്കിൽ D/NP. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ D/MB എന്നൊരു ഫോർമുലയും കൂടിയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത് D1/NP പ്ലസ് G ആണ്. സോ ഇവിടെ D എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻറ്റ് ആണ്,
എൻ ബി എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ്, ജി എന്ന് പറയുന്നത് ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ് ഫോർ എക്സിസ്റ്റിംഗ് ഷെയർ എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. എം ബി എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഫോർ ഷെയറുമാണ്. അപ്പം ഈ പറയുന്ന ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യത്തേത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുല, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലാസ് ആണ് തന്നിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ലാസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ള HSST കൊമേഴ്സ് എക്സാമിന് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രം ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അടുത്തത് റീടേൺഡ് ഏണിങ്സ് ആണ്. അപ്പോൾ റീടേൺഡ് ഏണിങ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ് ഫേമിനുള്ളിൽ തന്നെ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം റീഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് KE ഇൻറ്റു 1 - T ഇൻറ്റു 1 - B ആണ്. സോ KE എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്, T എന്ന് പറയുന്നത് ടാക്സ് റേറ്റും, ആൻഡ് B എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പർച്ചേസിങ് ന്യൂ സെക്യൂരിറ്റീസ് ഓർ ബ്രോക്കേജ് കോസ്റ്റുമാണ്. ഇനി ഇവിടുന്ന് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പല സോഴ്സിൽ നിന്നും ഫിനാൻസ് കളക്ട് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ഇവയുടെ എല്ലാം ആകെത്തുകയുടെ ആവറേജിനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതിനെ കോമ്പോസിറ്റ് അല്ലെങ്കിൽ ഓവറോൾ അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ സം ഓഫ് എക്സ് ഡിവൈഡ് ബൈ സം ഓഫ് ഡബ്ല്യു എന്നൊരു ഫോർമുലയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം എക്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സ്പെസിഫിക് സോഴ്സ് ഓഫ് ഫിനാൻസും ഡബ്ല്യു എന്ന് പറയുന്നത് അതിന് ഓരോന്നിനും അലോക്കേറ്റ് ചെയ്തിട്ടുള്ള വെയിറ്റുമാണ്. അടുത്ത പോയിന്റ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ രൂപീകരിക്കപ്പെടുന്നത് പലതരത്തിലുള്ള ലോങ് ടേം സോഴ്സുകൾ ചേർന്നുകൊണ്ടാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇസ് ദ മിക്സ് ഓഫ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ലോങ് ടേം സോഴ്സ് സച്ച് ആസ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺ ആൻഡ് റീടേൺഡ് ഏണിങ്സ്. അപ്പോൾ ലോങ് ടേം സോഴ്സുകളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ രൂപീകരിക്കപ്പെടുന്നത്. അതായത് ക്യാപിറ്റൽ ഫോം ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ, ലോങ് ടേം ലോൺ, റീടേൺഡ് ഏണിങ്സ് ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ മിക്സ് ഉണ്ടാകുന്നത്. അപ്പം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് ഒബ്ജക്റ്റീവുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫേമിൻ്റെ വാല്യൂവിനെ മാക്സിമൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന കോസ്റ്റിനെ എത്രത്തോളം മിനിമൈസ് ചെയ്യാമോ അത്രത്തോളം മിനിമൈസ് ചെയ്യുക. അടുത്തൊരു പ്രധാന പോയിന്റ് ആണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇത് ഒരു കോമ്പിനേഷൻ ആണ്, അതായത് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിൻ്റെ പ്രോപ്പർ കോമ്പിനേഷൻ ആണ്. സോ ദാറ്റ് റെഫേഴ്സ് ടു ദ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി ഇൻ ടോട്ടൽ ക്യാപിറ്റൽ ദാറ്റ് മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദി കമ്പനി. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ രണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ട്, അതായത് ഒരു ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക, അതേപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യുക. അപ്പം ഈ രണ്ട് ഒബ്ജക്റ്റീവും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിൻ്റെ കോമ്പിനേഷനെയാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തയായിട്ട് നമുക്ക് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഫിനാൻഷ്യൽ ലിവറേജ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വാല്യൂ ഓഫ് ദ ഫേം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടാറുണ്ട്. അപ്പം ഓൾ ഓഫ് ദീസ് എബോവ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള തിയറീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ എല്ലാ എക്സാമിനും ചോദിക്കുന്നതും ഒരു റിപ്പീറ്റ് മോഡൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഈ ഒരു പോർഷനകത്തുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള തിയറീസ് ആണ് നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച്, മോദിഗിലാനി മില്ലർ മോഡൽ. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് വിത്തൗട്ട് ടാക്സ് ആൻഡ് വിത്ത് ടാക്സ്. ഇനി നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഒന്നെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ റിലവൻസ് തിയറി. അതിൽ ഉൾപ്പെടുന്നവയാണ് നെറ്റ് ഇൻകം അപ്രോച്ചും ട്രഡീഷണൽ അപ്രോച്ചും. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ ഇർറിലവൻസ് തിയറി ഉണ്ട്. അതിൽ ഉൾപ്പെടുന്നവയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ആൻഡ് മോദിഗിലാനി മില്ലർ അപ്രോച്ച്. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ അതർ തിയറീസിനകത്ത് വരുന്നതാണ് ട്രേഡ് ഓഫ് തിയറി ആൻഡ് പെക്കിംഗ് ഓർഡർ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ റിലവൻസ് ആൻഡ് ഇർറിലവൻസ് തിയറീസ് ആണ് നമുക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും റെഗുലർ ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതും. നെറ്റ് ഇൻകം അപ്രോച്ച് തിയറിയാണ് ആദ്യമേ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ച് തിയറിയും അതുപോലെ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് തിയറി
ഈ ഒരു തിയറി എന്ന് പറയുന്നത് തിയറി ഓഫ് റിലവൻസിനകത്ത് വരുന്നതാണ്. അതായത് ഒരു ഫേമിന്റെ വാല്യൂവും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുന്ന തിയറി ആയതുകൊണ്ട് തന്നെ ഇതിനെ റിലവൻസ് തിയറി ആയിട്ട് പരിഗണിക്കും. എന്നാൽ ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറും ആ ഫേമിന്റെ വാല്യൂവും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന തിയറിയാണ് തിയറി ഓഫ് ഇറിലവൻസ് എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത് ഡേവിഡ് ദുരന്ത് ആണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അദ്ദേഹം പറയുന്നത് ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം. അതായത് ഒരു ഫേമിന്റെ വാല്യൂവും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് നെറ്റ് ഇൻകം അപ്രോച്ചിലൂടെ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ചില അസംഷൻസ് ആണ്. അതായത് ഒരു ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനേക്കാളും കുറവായിരിക്കും. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് വിത്ത് ഇൻക്രീസിംഗ് ലിവറേജ്. അപ്പൊ ഇത്രയും അസംഷൻസ് ആണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ആണ്. അപ്പൊ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും ഡേവിഡ് ദുരന്ത് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പം ഈ തിയറിയിൽ പറയുന്നത് ഒരു ഫേമിന്റെ വാല്യൂവിനെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ കമ്പോസിഷനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള 3 അസംപ്ഷൻ ആണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വിൽ ചേഞ്ച് വിത്ത് ദ ഡിഗ്രി ഓഫ് ലിവറേജ് ആൻഡ് ദർ ഈസ് നോ ടാക്സ്. ഇത്രയും അസംഷൻസ് ആണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിലൂടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ തിയറി പഠിക്കുന്ന സമയത്ത് തിയറി എന്താണെന്നുള്ളത് അറിയുക, ആ തിയറി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേര് അറിയുക, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അസംഷൻസും പഠിച്ചു വെക്കുക. അടുത്തതായിട്ട് ട്രഡീഷണൽ അപ്രോച്ച് ആണ്. അപ്പൊ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ചിന്റെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിന്റെയും ഇടയിൽ വരുന്ന ഒരു തിയറിയാണ്. അതായത് ഇവ രണ്ടും കൂടി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു മധ്യഭാഗത്ത് വരുന്ന ഒരു തിയറിയാണ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു തിയറിയിൽ പറയുന്ന പ്രധാന അസംഷൻസ് ആണ് ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ലിവറേജ് അപ് ടു എ സർട്ടൈൻ ലിമിറ്റ് ഓൺലി. അതായത് എന്തെങ്കിലും ഒരു ഫാക്ടർ മുഖേന ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതൊരു സർട്ടൈൻ ലിമിറ്റ് വരെ ഇൻക്രീസ് ചെയ്യാറുള്ളൂ. അതേപോലെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനേക്കാളും കുറവായിരിക്കും. ഈ 2 അസംഷനുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അടുത്ത തിയറിയാണ് മോദിഗിലാനി മില്ലർ അഥവാ MM ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. 1958 ഫ്രാങ്കോ മോദിഗിലാനിയും മൊർട്ടൺ മില്ലറും കൂടി ചേർന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള തിയറിയാണ് മോദിഗിലാനി മില്ലർ തിയറി എന്ന് പറയുന്നത്. അപ്പം ഈ തിയറി എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിന് സമാനമായിട്ടുള്ള ഒരു തിയറി കൂടിയാണ്. അപ്പം ഈ തിയറിയിൽ അദ്ദേഹം ആർഗ്യൂ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ടാക്സിന്റെ അഭാവത്തില് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതേപോലെ തന്നെ ഒരു ഫേമിന്റെ വാല്യൂ ഈ 2 കാര്യങ്ങളും ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇൻ അതർ വേർഡ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ ആർ ഇർറെലവന്റ് ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് ഒന്നും തന്നെ ഒരു ഫേമിന്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എപ്പോഴും എന്ത് നിൽക്കുന്നത് ഒരു ഫേമിന്റെ value എന്ന് പറയുന്നത്. So they concluded that the value of firm depends solely on its future earning streams and hence value is unaffected by its debt equity mix. In short, they concluded that firm value stems from its asset regards how those assets are financed. അതായത് ഒരു ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് ഈ ഒരു തിയറി കൊണ്ടെത്തിക്കുന്നത്. സോ MM ഹൈപ്പോത്തിസിസിൽ വന്നിട്ടുള്ള പ്രധാന അസംഷൻസ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പറയുന്നത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളതാണ്. സോ അതായത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഫ്രീ ആയിട്ട് സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനും സാധിക്കും. ആൻഡ് ദേ ക്യാൻ ബോറോ ഫണ്ട് വിത്തൗട്ട് റെസ്ട്രിക്ഷൻ അറ്റ് സെയിം ടേം ആസ് ദ ഫേം ടു. അതായത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാതെ തന്നെ ഫണ്ട് കളക്ട് ചെയ്യാൻ സാധിക്കും. വളരെ റാഷണലി ആണ് ബിഹേവ് ചെയ്യുന്നത്. And they are well informed and there is no transaction cost. അടുത്ത assumption എന്ന് പറയുന്നത് firm can be classified into homogeneous risk classes. All the firm in the same risk classes and have the same degree of financial risk. അതായത് എല്ലാ ഫേമും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഒരേ റിസ്ക് ക്ലാസ്സിലാണ്. അതായത് എല്ലാ ഫേമിനും ഒരേപോലെയുള്ള ഫിനാൻഷ്യൽ റിസ്ക് ആണ് സംഭവിക്കുന്നതെന്നാണ്. അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓൾ ഇൻവെസ്റ്റേഴ്സ് ഹാവ് സെയിം എക്സ്പെക്ടേഷൻ ഓഫ് എ ഫേം നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. അതായത് എല്ലാ ഇൻവെസ്റ്റേഴ്സിന്റെയും
ഈ പറയുന്ന എബിറ്റ്, അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് എന്ന് പറയുന്നത് സെയിം ലെവൽ എക്സ്പെക്ടേഷൻ ആയിരിക്കും. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് 100% ആണ്. അതായത് അവിടെ ലാഭം എല്ലാം തന്നെ ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. ഒന്നും തന്നെ ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ദർ ആർ നോ റിട്ടേൺ ഏർണിംഗ്സ് എന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ് ആണ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ലിവറേജ് എന്ന് പറയുന്നത് ഒരു സയൻസ് ടേമിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞു വന്നെങ്കിൽ പോലും എല്ലാ ഇടങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് മറ്റൊന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടേമിനെയാണ് ലിവറേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഒരു ഫിനാൻഷ്യൽ മാറ്റേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്റർ റിലേറ്റഡ് ചേഞ്ച് ഇൻ വൺ കോസസ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ്. അതായത് ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ടേമുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ടേം കാരണം മറ്റൊന്നിലുണ്ടാകുന്ന ചേഞ്ചിനെയോ ലിവറേജ് എന്ന് പറയാറുണ്ട്. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് സെൻസിറ്റീവ്നെസ് ഓഫ് വൺ ഫിനാൻഷ്യൽ വേരിയബിൾ ടു ചേഞ്ച് ഇൻ അനദർ. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത് മറ്റൊന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ലിവറേജ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സം അതർ വേരിയബിൾ. ഇനി ലിവറേജ് പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്: ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ്. ഫിനാൻസിംഗ് ഡിസിഷൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് മാനേജ്മെന്റ് ഡിസിഷൻ. സോ വളരെ എളുപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും എന്നാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ലാഭത്തിന്റെ ഒരു നിശ്ചിത പോർഷൻ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതൊന്നുകിൽ ക്യാഷ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ സ്റ്റോക്ക് ആയിട്ടായിരിക്കാം. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് തിയറീസ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി പഠിച്ചതുപോലെ തന്നെ ഡിവിഡൻഡ് തിയറീസും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഇർറെലവൻസ് തിയറി ഓഫ് ഡിവിഡൻഡും അതുപോലെ തന്നെ റിലവൻസ് ഓഫ് ഡിവിഡൻഡും. ഇർറെലവൻസ് ഓഫ് ഡിവിഡൻഡിനകത്ത് വരുന്നതാണ് സോളമൻ അപ്രോച്ച്, MM അപ്രോച്ചും. റിലവൻസ് ഓഫ് ഡിവിഡൻഡിനകത്ത് വരുന്നതാണ് വോൾട്ടേഴ്സ് മോഡൽ ആൻഡ് ഗോർഡൻ മോഡൽ. മോദിഗിലാനി ആൻഡ് മില്ലർ ഹൈപ്പോത്തീസിസ് 1961 ഫ്രാങ്കോ മോദിഗിലാനിയും മർട്ടൺ മില്ലറും കൂടി ചേർന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡിവിഡൻഡ് ഡിസിഷൻ തിയറിയാണ് മോദിഗിലാനി ആൻഡ് മില്ലർ ഹൈപ്പോത്തീസിസ്. അപ്പം MM അപ്രോച്ച് സപ്പോർട്ട് ചെയ്യുന്നത് ഇർറെലവൻസ് ഓഫ് ഡിവിഡൻഡിനെയാണ്. അതായത് ഒരു ഫേമിന്റെ ഡിവിഡൻഡ് പോളിസി ആ ഫേമിന്റെ പ്രൈസിനെയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഫേമിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയോ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. The firm dividend policy has no effect on either price of the firm stock or its cost of capital. ഈ തിയറിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ചില അസംഷൻസ് കൂടി നമുക്ക് നോക്കാം. ടാക്സ് ഇല്ല, അതേപോലെ ട്രാൻസാക്ഷൻ കോസ്റ്റ്, ബാങ്ക്രപ്സി കോസ്റ്റ് ഇവയൊന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആർ ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, അതായത് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സെയിം ഇൻഫോർമേഷൻ ആണ് ഉള്ളത്. അതായത് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സമാനമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണുള്ളത്. അതേപോലെ തന്നെ MM hypothesis primarily based on the arbitrage arguments. Through the arbitrage process, MM hypothesis discuss how the value of firm remains same whether the firm pay out dividend or not. അടുത്തതായിട്ട് വോൾട്ടേഴ്സ് മോഡൽ ആണ്. അപ്പോൾ വോൾട്ടേഴ്സ് മോഡലിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാന അസംഷൻസ് നമുക്ക് നോക്കാം. All investment proposals of the firm are to be financed through the returned earnings only. അതായത് ഒരു ഫേമിന്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും എന്ന് പറയുന്നത് റീറ്റേൺഡ് ഏർണിങ്സ് ആണ്. അപ്പൊ റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് പറയുമ്പോൾ ഫേമിനുണ്ടാകുന്ന ലാഭം തിരികെ ഫേമിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേമിന്റെ ഫിനാൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും റിട്ടേൺ ഏർണിങ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇവ രണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് P = D + A - D × R/K എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗോർഡൻസ് മോഡലിന്റെ എടുത്തു പറയേണ്ട ഒരു പേരാണ്
ബേർഡ് ഇൻ ഹാൻഡ് തിയറി. ഇപ്പം ലാസ്റ്റ് നടന്ന സെറ്റ് എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ബേർഡ് ഇൻ ഹാൻഡ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗോർഡൻ ആണ്, മിറൻ ഗോർഡൻ ആണ്. അപ്പം ഈ തിയറിയെ ഗോർഡൻസ് മോഡൽ എന്നും ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്നും അറിയപ്പെടാറുണ്ട്. സോ ദിസ് തിയറി argues that dividend are preferable to retained earnings because investors are risk averse and view dividend as certain income while capital gain are uncertain. അതായത് എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് അവർക്ക് റിട്ടേൺ ഏർണിങ്സിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് റിസ്കിനെ ഭയക്കുന്നത് കൊണ്ട് തന്നെ ഡിവിഡൻഡ് ആയിരിക്കും. അതായത് ലാഭവിഹിതം അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അല്ലാണ്ട് ഫ്യൂച്ചറിലേക്ക് തരാം എന്നുള്ള രീതിയിൽ ഒരു ഫോമിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് അവർ എപ്പോഴും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സർട്ടൺ ഇൻകം ആയിട്ടുള്ള ഡിവിഡൻഡിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഗെയിൻ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. അതുകൊണ്ട് തന്നെ നിലവിൽ അവർക്ക് ലഭിക്കുന്ന ലാഭവിഹിതം മാത്രമാണ് ഇൻവെസ്റ്റേഴ്സ് പ്രാധാന്യം കൊടുക്കുന്നത് റിട്ടേൺ ഏർണിങ്സിനല്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള രണ്ട് അസംപ്ഷൻ ആണ്: investor provident dividend over future capital gain, no external financing. That means ആ ഫേം കംപ്ലീറ്റ് ആയിട്ട് റിട്ടേൺ ഏർണിങ്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മോഡലാണ് ലിൻഡർ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ലിൻഡർ മോഡൽ എന്ന് പറയുന്നത് how firms set dividend. According to this model, firms tend to have target payout ratio and they adjust dividend slowly towards this target. അതായത് ഒരു ഫേമിന് ഒരു ടാർഗറ്റ് പേ ഔട്ട് റേഷ്യോ ഉണ്ട്. ടാർഗറ്റ് പേ ഔട്ട് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് ഒരു ടാർഗറ്റ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന പ്രധാനമായിട്ടുള്ള രണ്ട് അസംപ്ഷൻ ആണ്: ഫേം പ്രിഫർ സ്റ്റേബിൾ ഡിവിഡൻഡ്, അതേപോലെ തന്നെ ഡിവിഡൻഡ് ചേഞ്ച് റിഫ്ലക്ട് ലോങ് ടേം ഏർണിങ്സ്, നോട്ട് ടെമ്പററി ചേഞ്ചസ്. വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ്: ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഫേമിന്റെ ടോട്ടൽ കറണ്ട് അസറ്റുകളെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്നാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നൊരു പോയിന്റ് ആണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. Permanent working capital is that amount of fund which is required to produce a goods and service necessary to satisfy demand at its lowest point. Manufacturing cycle, that means time required to converting raw material into finished product. And second is credit policy. That means credit period given to a customer and credit period is allowed by creditor. Thus the sum total of all this time is called operating cycle and it consists of following 6 steps. So permanent working capital എന്ന് പറയുന്നത് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എമൗണ്ട് ആവശ്യമായി വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ഗുഡ്സിന് മേലോ അല്ലെങ്കിൽ ഡിമാൻഡിന് മേലോ ഒരു സർവീസ് മേലെ ഒരു ഡിമാൻഡ് ഉണ്ടാവുകയാണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടുന്ന തരത്തിലുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഫണ്ടുകളെയാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന രണ്ട് കാര്യങ്ങളാണ് മാനുഫാക്ചറിങ് സൈക്കിളും ക്രെഡിറ്റ് പോളിസിയും എന്ന് പറയുന്നത്. ഇപ്പൊ മാനുഫാക്ചറിങ് സൈക്കിള് ആരംഭിക്കുന്നത് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് വഴിയും ആ ഒരു സൈക്കിൾ എൻഡ് ചെയ്യുന്നത് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോഴുമാണ്. അടുത്ത പോയിന്റ് ആണ് ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത് ക്രെഡിറ്റർ കസ്റ്റമറിന് ഒരു ടൈം പീരീഡ് കൊടുക്കുകയാണ്. അതായത് ഇത്ര ടൈമിനുള്ളിൽ പേയ്മെന്റ് കംപ്ലീറ്റ് ആക്കണം എന്നുള്ള രീതിയിൽ ഒരു ടൈം പീരീഡ് കൊടുക്കുന്നതിനെയാണ് ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ടൈം പീരീഡിനെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ അതിന്റെ പ്രധാനമായിട്ടുള്ള 6 പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ റോ മെറ്റീരിയലിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. രണ്ടാമത് റോ മെറ്റീരിയലിനെ വർക്കിംഗ് പ്രോഗ്രസ് ആക്കി മാറ്റുന്നുണ്ട്. വർക്കിംഗ് പ്രോഗ്രസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുകയും ഫിനിഷ്ഡ് ഗുഡ്സിന്റെ സെയിൽ നടത്തും. അത് ഒന്നുകിൽ ക്യാഷ് സെയിൽ ആയിരിക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ആയിരിക്കാം. സോ ദ ടൈം റിയലൈസേഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ ഇൻ ടു ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ബൈ ക്രെഡിറ്റർ for credit purchase of raw material, inventory and credit for creditors for wages and overheads. അപ്പോൾ ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് ക്യാഷിനെ റോ മെറ്റീരിയൽ ആയിട്ട് മാറ്റുക, അതായത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക. ആ റോ മെറ്റീരിയൽ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടില്ല, അതിന് മുമ്പുള്ള സ്റ്റേജ് ആണ്. അതിനുശേഷം അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നുണ്ട്.
ദെൻ സെയിൽ നടത്തുന്നുണ്ട്. സെയിൽ എന്ന് പറയുന്നത് എയ്തർ ക്യാഷ് സെയിൽ ആയിരിക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ആയിരിക്കാം. ക്യാഷ് സെയിൽ എന്ന് പറയുമ്പോൾ എമൗണ്ട് അപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുമ്പോൾ ഒരു ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുകയാണ്. അതായത് ഈ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുകയാണ്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് permanent working capital requirement should be financed by long-term fund and temporary working capital should be financed out of short-term fund. Identify the approach. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. പെർമനന്റ് എന്നും അതുപോലെ തന്നെ ടെമ്പററി എന്നും അതോടൊപ്പം തന്നെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. ഇതിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ലോങ് ടേം ഫണ്ടിനായിട്ടും അതേപോലെ തന്നെ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട് ടേം ഫണ്ട്, ഇങ്ങനെ ഇവയെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് ഹെഡ്ജിങ് അപ്രോച്ച് ആണ്. സോ there are two type of working capital, permanent and temporary. The hedging approach suggests that the permanent working capital requirement should be financed through the long term fund while temporary working capital should be financed through the short term fund. ഫിനാൻസിംഗ് ഡിസിഷൻ അതേപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷൻ, അതിനുശേഷമുള്ള ഒരു പോയിന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അതായത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും. ഇനി ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ ഇവാലുവേറ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ഒന്ന് അനാലിസിസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്? ഫേമിന്റെ ഗോളിന് അനുസൃതമായിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിന് പ്രധാനമായിട്ട് 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യമേ എസ്റ്റിമേഷൻ ഓർ ഡിറ്റർമിനേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ, ഡിറ്റർമൈനിങ് ദ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് അപ്ലൈയിങ് ദ ടെക്നിക് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടു ഡിറ്റർമൈൻ ദ വേബിലിറ്റി ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഫേമിന്റെ എസ്റ്റിമേറ്റ് ചെയ്യുവാണ് അവിടെ എത്രത്തോളം റിക്വയർമെന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ക്യാഷ് ഫ്ലോ വേണം എന്നുള്ള തരത്തിലൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യും. അതിനുശേഷം അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ പലതരത്തിലുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കിലൂടെയാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ സെലക്ട് ചെയ്യപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ, ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ടെക്നിക്കുകൾ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഫേം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഫേമിന്റെ ഗോളിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനായിട്ട് പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഓരോന്നിനെയും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഓരോ പ്രോജക്റ്റുകളെയും അല്ലെങ്കിൽ ഓരോ ഇൻവെസ്റ്റ്മെന്റ് രീതികളെയും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അതിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ മെത്തേഡ് എന്നും ടൈം അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മെത്തേഡ് എന്നും. എന്താണ് ട്രഡീഷണൽ മെത്തേഡ് അഥവാ നോൺ ഡിസ്കൗണ്ടഡ് മെത്തേഡും ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ് ഡിസ്കൗണ്ടഡ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ട്രഡീഷണൽ മെത്തേഡിൽ ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യുന്നില്ല. എന്നാൽ ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മെത്തേഡിൽ ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവയെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്, അല്ലെ? ടൈം വാല്യൂ ഓഫ് മണി ഇസ് ദ കോൺസെപ്റ്റ് ദാറ്റ് മണി ടുഡേ ഈസ് വർത്ത് മോർ ദാൻ മണി ടുമാറോ. അതായത് ഇന്നത്തെ ഒരു രൂപയുടെ മൂല്യമല്ല നാളത്തെ ഒരു രൂപയ്ക്ക്. അതായത് ഇന്ന് നമ്മൾ ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നാളെ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും? അതിന്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു രൂപയുടെ മൂല്യമല്ല നാളത്തെ ഒരു രൂപയുടേത് എന്നുള്ള രീതിയിലാണ് ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡിനകത്ത് ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണിയോ കൺസിഡർ ചെയ്യുന്നില്ല. ഇതിൽ പ്രധാനമായിട്ടും രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് പേ ബാക്ക് പീരിയഡ് മെത്തേഡ് അല്ലെങ്കിൽ പേ ഔട്ട് അല്ലെങ്കിൽ പേ ഓഫ് മെത്തേഡ്. മറ്റൊന്നാണ് അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. പിന്നെ വരുന്ന അടുത്ത മെത്തേഡാണ് ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മെത്തേഡ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നവയാണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്. ഇനി ഇവ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോർഷൻസിനെ ഈ ഒരു ഫ്ലോ ചാർട്ടിലോട്ട് കൺവേർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പൊ ട്രഡീഷണൽ
അല്ലെങ്കിൽ നോൺ ഡിസ്കൗണ്ടിങ് മെത്തേഡുകളാണ് പേ ബാക്ക് പീരീഡും അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡും. അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ടൈം അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ആണ്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ടെക്നിക്കുകളാണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ആൻഡ് മോഡിഫൈഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പം ഒരു തവണ സെറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റിനകത്ത് ഈ ഒരു ടൈം അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടഡ് മെത്തേഡിനകത്ത് ഉൾപ്പെടാത്തത് എന്താണെന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ MIRR അതായത് മോഡിഫൈഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആർക്കും അത്ര പരിചിതമല്ലാത്തതുകൊണ്ട് മിക്ക ആൾക്കാരും റോങ് ആയിട്ട് സെലക്ട് ചെയ്തൊരു ആൻസർ കൂടിയാണ് മോഡിഫൈഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ഇത്. ടൈം അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പൊ എന്താണ് പേ ബാക്ക് പീരീഡ്? ആ ഒരു ടൈറ്റിലിൽ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എപ്പോഴാണ് തിരികെ ലഭിക്കുന്നത് ആ ഒരു ടൈമിനെയാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. That means the time required to recover initial cash flow is called payback period. അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരികെ ലഭിക്കാൻ എടുക്കുന്ന ടൈം പീരീഡ് ആണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. And the payback period of an investment is the length of time is required for cumulative total and net cash flow from the investment to equal to the total initial outlays. അപ്പോൾ ഈ ഒരു പേ ബാക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ലെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടും അതേപോലെ തന്നെ നമ്മൾക്ക് ഓരോ ആനുവലി ലഭിക്കുന്ന റിട്ടേണും ആഡ് ചെയ്ത് വരുമ്പോൾ ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് തുല്യമായി വരുന്ന ആ ഒരു കാലയളവിനെയാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അടുത്ത ഒന്നാണ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അഥവാ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് മെത്തേഡ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് മെഷർ ദ ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം ഓഫ് ദി പ്രോജക്റ്റ്. അതായത് ഇവിടെ നെറ്റ് ഇൻകം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻക്രിമെന്റൽ ഇൻകം ആണ്. അത് ഒരു പ്രോജക്റ്റില് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന ആവറേജ് നെറ്റ് ഇൻകം, അതായത് ടോട്ടൽ ഇൻകത്തിനെ നമ്പർ ഓഫ് പീരീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആവറേജ് ഇൻകം കിട്ടുന്നത് അല്ലെ. അപ്പോൾ ഒരു പ്രോജക്റ്റിൽ നിന്നും ലഭിക്കുന്ന ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ഇൻകം ആണ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിനകത്ത് വരുന്നത്. സോ ആസ് എ പെർസെന്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ദ ന്യൂമറേറ്റർ ഇസ് ദ ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം ജനറേറ്റഡ് ബൈ ദി പ്രോജക്ട് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അതായത് ഒരു പ്രോജക്റ്റിന്റെ ആ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു യൂസ്ഫുൾ ടൈമിനുള്ളിൽ എത്രത്തോളം എമൗണ്ട് ലഭിക്കുന്നുണ്ട് അതിന്റെ ആവറേജ് ആണ് ഈ ഒരു അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിനകത്ത് ഉപയോഗിക്കുന്നത്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്ക് അല്ലെങ്കിൽ മോഡേൺ മെത്തേഡിനകത്ത് ഉൾപ്പെടുന്ന ഒന്നാണ് നെറ്റ് പ്രസന്റ് വാല്യൂ ടെക്നിക്ക് അല്ലെങ്കിൽ NPV എന്നറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു NPV അല്ലെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ലഭിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു അതിൽ നിന്നും ഭാവിയിൽ ലഭിക്കുന്ന റിട്ടേൺ ആണ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്യാഷ് ഔട്ട്ഫ്ലോ? അതായത് ഒരു പ്രോജക്റ്റിൽ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ സാധിക്കും. അപ്പൊ ക്യാഷ് ഇൻഫ്ലോയും ഉണ്ട്, അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ക്യാഷ് ഔട്ട്ഫ്ലോയും ഉണ്ട്. അപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ പീരീഡില് അല്ലെങ്കിൽ ആ ഒരു കാലയളവില് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇനിഷ്യൽ എമൗണ്ട് അതായത് ക്യാഷ് ഔട്ട്ഫ്ലോയും അതിൽ നിന്ന് ലഭിക്കുന്ന ഫ്യൂച്ചർ ഏർണിങ്സ് ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോയും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നെറ്റ് പ്രസന്റ് വാല്യൂ ടെക്നിക്കിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാഷ് ഇൻഫ്ലോ ആയാലും അതേപോലെ തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോ ആയാണെങ്കിൽ തന്നെയും രണ്ടിനെയും ഡിസ്കൗണ്ടഡ് ഫാക്ടർ വെച്ചിട്ട് അതായത് പ്രസന്റ് വാല്യൂ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്കൗണ്ട് റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിൽ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. സോ net present value, the project is the amount in current value of amount and the investment after paying cost of capital in each period. അതായത് എത്രയാണോ അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആ ഒരു എമൗണ്ടും അതിൽ നിന്നും ലഭിക്കുന്ന ഫ്യൂച്ചർ ഏർണിങ്സും തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ. അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് പ്രസന്റ് വാല്യൂ ഓഫ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ടോട്ടൽ നെറ്റ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ഈ ഒരു കാൽക്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നെറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നെറ്റ് പ്രസന്റ് വാല്യൂ ഒന്നുകിൽ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. പോസിറ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ഫ്യൂച്ചർ ഏർണിങ്സ് ഉണ്ടായി എങ്കിൽ അത് പോസിറ്റീവും, എന്നാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കൂടുതലും
അതേപോലെ തന്നെ ഫ്യൂച്ചർ ഏർണിങ്സ് കുറവുമാണെങ്കിൽ അത് നെഗറ്റീവ് NPV-യുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ടെക്നിക്കാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിനെ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്നും പ്രസന്റ് വാല്യൂ ഇൻഡെക്സ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പൊ എന്താണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്? ഏത് സിറ്റുവേഷനിലാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അപ്ലൈ ചെയ്യാറുള്ളത്? ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഔട്ട്ലൈൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോജക്റ്റിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോയും അതിനുവേണ്ടി ചിലവാകുന്ന കോസ്റ്റും തമ്മിലുള്ള റേഷ്യോ ആണ്, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ഇനിഷ്യൽ ക്യാഷ് ഔട്ട്ലൈൻ തമ്മിലുള്ള കമ്പാരിസണെയാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മെത്തേഡാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം നെറ്റ് പ്രസന്റ് വാല്യൂവിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരു മെത്തേഡാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് ആകാം, അതുപോലെ തന്നെ നെഗറ്റീവും ആകാം. ഇൻ കേസ് ഈ പറഞ്ഞ നെറ്റ് പ്രസന്റ് വാല്യൂ 0 ആകുമ്പോൾ ആ ഒരു റേറ്റിനെയാണ് നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്പെസിഫിക് റേറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ചിലവാകുന്ന കോസ്റ്റും ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേണും ഈക്വൽ ആയി വരുന്ന പോയിന്റിനെയാണ്, അല്ലെങ്കിൽ ഈക്വൽ ആയി വരുന്ന ഒരു റേറ്റിനെയാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഒരു പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോയെ പ്രസന്റ് വാല്യൂവിലേക്ക് മാറ്റുകയും അവിടെ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇതിനെ പ്രസന്റ് വാല്യൂവിലേക്ക് മാറ്റുന്നത്. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി ചിലവാകുന്ന ഇനിഷ്യൽ എമൗണ്ടിനെയും പ്രസന്റ് വാല്യൂ കൺസിഡർ ചെയ്ത് ഈ രണ്ട് വാല്യൂവിന്റെയും പ്രസന്റ് വാല്യൂവെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നെറ്റ് പ്രസന്റ് വാല്യൂ 0 ആയിട്ട് വരാറുണ്ട്. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ആണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇൻവെസ്റ്റ് ചെയ്ത തുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ടോട്ടൽ റിട്ടേണും ഈക്വൽ ആയി വരുന്ന പോയിന്റ് ആണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ is the discount rate that equate with the present value of expected cash inflow with the initial cash outflow. അടുത്തതായിട്ട് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ratio is the benefit to cost, and profitability index is also called a present value index. If the profitability index equal to 1, then net present value will be equal to 1, and if the profitability index is more than 1, accept the project. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിന്റെ മറ്റൊരു പേരാണ് പ്രസന്റ് വാല്യൂ ഇൻഡെക്സ്. അതുപോലെ തന്നെ ഇതൊരു റേഷ്യോ ഓഫ് ബെനിഫിറ്റ് കോസ്റ്റും കൂടിയാണ്. അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1നേക്കാൾ കൂടുതലാണെങ്കിൽ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് റോങ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് നോക്കാം, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1നേക്കാൾ കൂടുതലാണെങ്കിൽ പ്രോജക്റ്റ് നല്ലതാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ ആണ്, അതായത് ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്തൊരു പോയിന്റ് ആണ്. ഇഫ് ദ ലെസ് ദാൻ 1 ദ കോസ്റ്റ് ഈസ് മോർ കമ്പയർഡ് വിത്ത് ദ പ്രൊജക്ട് ബെനിഫിറ്റ്സ്. സെയിൽസ് ആൻഡ് ലീസ് ബാക്ക്. ഈ ഒരു കേസിൽ അസറ്റിന്റെ ഓണർ തന്നെ ഈ ഒരു ലീസിന് കൊടുത്തിട്ടുള്ള അസറ്റ് മറ്റൊരു കമ്പനിക്ക്, അതായത് ഒരു ലീസിംഗ് കമ്പനിക്ക് വിൽക്കുകയാണ്. അതിനുശേഷം തിരികെ വീണ്ടും ആ ഒരു ഓണർ ആ അസറ്റ് ലീസിന് എടുക്കുകയാണ്. അതായത് ഒരു ഓണർ അയാളുടെ അസറ്റ് ലീസിംഗ് കമ്പനിക്ക് കൈമാറി, അതായത് വിൽക്കുകയാണ്. അതിനുശേഷം വീണ്ടും ആ ഒരു അസറ്റ് ലീസിനായിട്ട് എടുക്കുന്നതിനെയാണ് സെയിൽസ് ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ സെല്ലർ ആരായി മാറും? ലെസി ആയിട്ട് മാറുകയും ആ ഒരു അസറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ this is often used to improve liquidity or raise fund without disrupting the use of an asset. അടുത്തൊരു പോയിന്റ് ആണ് ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. അപ്പൊ ലിവറേജ്ഡ് ലീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലെസറും ലെസിയും അല്ലാണ്ട് തന്നെ മൂന്നാമതൊരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് വരുന്നതാണ് ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കേസിൽ ലെസർ എന്ത് ചെയ്യും? ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലൊരു നിശ്ചിത ശതമാനം എമൗണ്ട് അല്ലെങ്കിൽ അതിന്റെ ചിലവായിട്ടുള്ള കോസ്റ്റ്
എവിടെ നിന്നെങ്കിലും ബോറോ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ബോറോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഫണ്ട് ബോറോ ചെയ്തിട്ട് ആയിരിക്കും അതിന്റെ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാകുന്നത്. സോ ഇങ്ങനെയുള്ള ലീസിനെയാണ് ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ലീസ് പ്രധാനമായിട്ടും ലാർജ് എക്സ്പെൻസീവ് അസറ്റ്, എയർക്രാഫ്റ്റ്, ഹെവി എക്യുപ്മെന്റ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലായിരിക്കും ഉപയോഗിക്കുന്നത്. സോ ദ ലെസർ ബോറോ ഫണ്ട് യൂസിംഗ് ദ ലീസ് പേയ്മെന്റ് ആസ് കൊളാറ്ററൽ. ഇനി നമ്മൾ ലാസ്റ്റ് പോർഷൻസിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മൾ ഓൾറെഡി റേഷ്യൂസിനെ, ഫിനാൻഷ്യൽ റേഷ്യൂസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ തന്നിട്ടുള്ള റേഷ്യൂസിൽ ആദ്യത്തേതാണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പൊ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഹ്രസ്വകാല വായ്പകൾ അല്ലെങ്കിൽ ഒരു കുറഞ്ഞ പീരീഡിലേക്ക് 1 ഇയറിനുള്ളിൽ തന്നെയുള്ള ലയബിലിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു കമ്പനിയുടെ എബിലിറ്റിനെയാണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. They are crucial for assessing the company short-term financial health and operational efficiency. ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഹെൽത്തും അതേപോലെ ഓപ്പറേഷണൽ എഫിഷ്യൻസി നിർണ്ണയിക്കുന്നത് ഇത്തരത്തിലുള്ള ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. ലിക്വിഡിറ്റി റേഷ്യോയിൽ ആദ്യത്തേതാണ് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് കറന്റ് അസറ്റ്സും കറന്റ് ലയബിലിറ്റിയും ഉൾപ്പെടുന്നതാണ്. അപ്പൊ കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്രത്തോളം കറന്റ് അസറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ആ കറന്റ് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം ലയബിലിറ്റീസ്, അതായത് കറന്റ് ലയബിലിറ്റീസ് കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു കേസിൽ കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഹെൽത്ത് നല്ല രീതിയിലാണ് എന്നുള്ളതിനെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒന്നാണ് ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോയുടെ മറ്റൊരു പേരാണ് അസറ്റ് ടെസ്റ്റ് റേഷ്യോ. അപ്പൊ ഈ ഒരു ക്വിക്ക് റേഷ്യോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കറന്റ് അസറ്റിൽ നിന്നും എന്ത് ഒഴിവാക്കപ്പെടുന്നുണ്ട്, ഇൻവെന്ററി ഒഴിവാക്കപ്പെടുന്നുണ്ട്. അപ്പൊ കറന്റ് അസറ്റ് മൈനസ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ് ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ അസറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത റേഷ്യോയില് പ്രധാനമായിട്ടും വരുന്ന ഒന്നാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അസസ് ദ കമ്പനി എബിലിറ്റി ടു ജനറേറ്റ് earning relative to its revenue, asset, equity and other financial metrics. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ മെഷർ ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, റിട്ടേൺ ഓൺ അസറ്റ് ആൻഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഈ 4 റേഷ്യോയിലൂടെയാണ്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ റവന്യൂ ഇൻറ്റു 100. അപ്പൊ ഇവിടെ റവന്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽ ആണ്. അപ്പൊ സെയിലിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുമ്പോഴാണല്ലോ പ്രോഫിറ്റ് ലഭിക്കുന്നത്. അതിനെ വീണ്ടും സെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഗ്രോസ് പ്രോഫിറ്റ് ലഭിക്കുന്നത്. ഇനി നെറ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ. റവന്യൂ എന്ന് പറയുന്നത് സെയിൽ ആണ്. ഇനി അടുത്ത പോയിന്റ് ആണ് റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറയുന്നത് ഹൗ എഫിഷ്യന്റ്ലി എ കമ്പനി യൂസസ് ഇറ്റ്സ് അസറ്റ് ടു ജനറേറ്റ് പ്രോഫിറ്റ്. അതായത് കമ്പനിയുടെ കൈവശമുള്ള അസറ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ്. അടുത്ത റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും ദ പ്രോഫിറ്റബിലിറ്റി ജനറേറ്റഡ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റിയിൽ നിന്നും, ഇക്വിറ്റി ഷെയർസിൽ നിന്നും ലഭിക്കുന്ന പ്രോഫിറ്റിനെയാണ് ഇവിടെ വാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ടോട്ടൽ ഇക്വിറ്റി ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അടുത്തയാണ് ലിവറേജ്ഡ് റേഷ്യോ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ലിവറേജ് റേഷ്യോ അസസ് ദ ഡിഗ്രി ഓഫ് എ കമ്പനി ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് എബിലിറ്റി ടു മീറ്റ് ദ ലോങ് ടേം ഒബ്ലിഗേഷൻസ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആൻഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്. ഈ ഒരു റേഷ്യോ പ്രധാനമായിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റ് ഫിനാൻസിങ് റിലേറ്റഡ് ടു ഇക്വിറ്റി ഫിനാൻസിങ്, എ ഹൈ റേഷ്യോ സജസ്റ്റ് ദ ഗ്രേറ്റ് റിലയൻസ് ഓൺ ഡെപ്റ്റ്. അതായത് ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഡെപ്റ്റും അതേപോലെ തന്നെ ഇക്വിറ്റി സോഴ്സിൽ നിന്നുമാണ് ഫണ്ട് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവയെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ this ratio measures the company's ability to cover interest expense with its earning before interest and tax. So EBIT by interest earned ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. എഫിഷ്യൻസി അല്ലെങ്കിൽ activity ratio. That means it measures how well a company utilizes its asset
and manage its operations. എങ്ങനെയാണ് ഒരു കമ്പനി അവരുടെ അസറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ കമ്പനിയുടെ ഓപ്പറേഷൻസ് എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നടത്തപ്പെടുന്നത്? ഈ റേഷ്യോവിനെയാണ് നമ്മൾ എഫിഷ്യൻസി അഥവാ ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ആൻഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഇവ മൂന്നുമാണ് ആക്ടിവിറ്റി റേഷ്യോയിൽ ഉൾപ്പെടുന്നവ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ഹൗ ഓഫൻ ഇൻവെന്ററി ഈസ് സോൾഡ് ആൻഡ് റീപ്ലേസ്ഡ് ഓവർ എ പീരീഡ്. A higher ratio suggests efficient inventory management. Cost of goods sold divided by average inventory. And receivable turnover ratio means that measure how efficiently company collect its receivable. A higher ratio indicate quicker collection from customers. അതായത് എത്ര പെട്ടെന്നാണ് ഈ ഒരു എമൗണ്ട് കളക്ട് ചെയ്യപ്പെടുന്നത്. എമൗണ്ട് കളക്ട് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് സെയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതുവഴി ഡെപ്റ്റർ ഉണ്ടാകും. അങ്ങനെ ആ ഡെപ്റ്ററിൽ നിന്നും എത്ര പെട്ടെന്ന് എമൗണ്ട് കളക്ട് ചെയ്യുന്നു ആ ഒരു റേഷ്യോവിനെയാണ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ ആണ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അപ്പം അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ഹൗ എഫിഷ്യന്റ്ലി കമ്പനി യൂസ് ഇറ്റ്സ് അസറ്റ് ടു ജനറേറ്റ് ഇൻകം. അതായത് കമ്പനി എങ്ങനെ അസറ്റിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് ടോട്ടൽ സെയിൽ ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ബോണസ് പോയിന്റ് എന്ന പോലെ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്, സിനോറിയോ അനാലിസിസ്, ഡിസിഷൻ ട്രീ, മോണ്ടി കാർലോ സിമുലേഷൻ, ഡിസ്കൗണ്ട് റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടെക്നിക്ക്, റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടഡ് റേറ്റ്. അപ്പം ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗുമായി തന്നെ ബന്ധപ്പെട്ട് വരുന്ന ഒരു പോയിന്റ് കൂടി ഉൾപ്പെടുന്നതാണ്. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഏർപ്പെടുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകാനുള്ള റിസ്കിനെ അല്ലെങ്കിൽ അൺസർട്ടനിറ്റിയെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം അതിനായിട്ട് ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള മെത്തേഡാണ്. അതിൽ ആദ്യത്തേത് സെൻസിറ്റിവിറ്റി അനാലിസിസ് ആണ്. സോ ദാറ്റ് എക്സാമിൻ ഹൗ ചേഞ്ച് ഇൻ കീ അസംഷൻ അഫക്ട് ദ ഔട്ട്കം ഓഫ് ദ പ്രോജക്റ്റ്. അതായത് കോസ്റ്റ്, റവന്യൂ, ഡിസ്കൗണ്ട് റേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖേന ഒരു പ്രോജക്റ്റിന്റെ ഔട്ട്കം എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസിൽ പറയുന്നത്. അതായത് ഐഡന്റിഫൈ ദ മോസ്റ്റ് സെൻസിറ്റീവ് വേരിയബിൾ ദാറ്റ് ക്യാൻ സിഗ്നിഫിക്കന്റ്ലി ഇമ്പാക്ട് ദ പ്രൊജക്ട് വയബിലിറ്റി. അതായത് ഒരു പ്രോജക്റ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യാൻ സാധിക്കുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസിനെ കണ്ടെത്തുന്നതിനെയാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് ആണ് സിനോറിയോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ സിനോറിയോ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ്, അതും ഡിഫറെന്റ് സിനോറിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുവാണ്. ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ് ആൻഡ് മോസ്റ്റ് ലൈക്ലി കേസ്. സോ ദാറ്റ് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡ് ഹൗ എക്സ്ട്രീം ചേഞ്ച് ഇൻ വേരിയബിൾ, ദാറ്റ് മീൻസ് എക്കണോമിക് കണ്ടീഷൻ ഓർ മാർക്കറ്റ് ഡിമാൻഡ് ഇമ്പാക്ട് ദ പ്രോജക്റ്റ്. അടുത്ത പോയിന്റ് ആണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. അതായത് ഒരു പ്രോജക്റ്റിൽ നിന്നും ലഭിക്കാവുന്ന പോസിബിൾ ഔട്ട്കം, ഡിസിഷൻ, അതിന്റെ പ്രോബബിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ മേക്കിംഗ് സീക്വൻഷ്യൽ ഡിസിഷൻ വേർ ഏർലി ഔട്ട്കം അഫക്ട് ലേറ്റർ ചോയ്സ്. Help in visualizing complex decision involve multiple stages of uncertainty. അടുത്ത പോയിന്റ് ആണ് മോണ്ടി കാർലോ സിമുലേഷൻ എന്ന് പറയുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്നിക് ആണ്. ഇതിൽ പൊതുവെ റാൻഡം സാമ്പിളിങ്ങും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിങ്ങും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു പ്രോജക്റ്റിന്റെ പോസിബിൾ ഔട്ട്കം, അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മോണ്ടി കാർലോ സിമുലേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ജനറേറ്റ് പോസിബിൾ ഔട്ട്കം ബേസ്ഡ് ഓൺ ഡിഫറെന്റ് വേരിയബിൾ, പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് വ്യൂ ഓഫ് റിസ്ക് എക്സ്പോഷർ. ആൻഡ് ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റേറ്റ് അഡ്ജസ്റ്റ് ടെക്നിക്ക് അഥവാ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. സോ ഹയർ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഏറ്റവും റിസ്കി ആയിട്ടുള്ള പ്രോജക്റ്റിനായിരിക്കും വരുന്നത്. സോ ഹയർ ഡിസ്കൗണ്ട് റേറ്റ് ആർ യൂസ്ഡ് ഫോർ റിസ്കി പ്രോജക്ട് ടു കോമ്പൻസേറ്റ് ദ ഗ്രേറ്റർ അൺസർട്ടനിറ്റി ഇൻ റിട്ടേൺ. ആൻഡ് ദിസ് റിസ്കിയർ പ്രോജക്ട് ഹയർ ഡിസ്കൗണ്ട് റേറ്റ് യൂസ്ഡ് ടു നെറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻസ്. അപ്പൊ നമുക്കറിയാം ഒരു പ്രോജക്റ്റിൽ ഉണ്ടാകുന്ന റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിൽ ഡിസ്കൗണ്ട് റേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് എക്സാംസ് പ്രിപ്പറേഷൻസ് എല്ലാം തന്നെ നന്നായിട്ട് തുടങ്ങേണ്ട സമയമായി.
അതായത് നിങ്ങളുടെ പഠനം ഏകദേശം പകുതിയിലെത്തേണ്ട സമയമായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കൺഫർമേഷൻ അതേപോലെ തന്നെ കംപ്ലീറ്റഡ് സിലബസും ഒക്കെ തന്നെ അതിൻ്റെ വഴിക്കങ്ങ് നടക്കും. പക്ഷെ പഠനത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പോർഷൻസിൽ നിന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ഇട്ടു പോകാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്.